തലസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണന്റെ കള്ളത്തരം തുറന്നു കാട്ടുകയാണ്. ഹാക്കിംഗ് തെളിയിക്കുന്ന ഒരു തരിമ്പ് തെളിവ് പോലും പോലീസിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്താനായിട്ടില്ല. ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ അടിമുടി ദുരൂഹതയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന് കൈമാറിയ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഒക്ടോബർ 31-നാണ് ഫോൺ ഹാക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് ഗോപാലകൃഷ്ണൻ പോലീസ് നൽകിയ പരാതിയും മൊഴിയും. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഒക്ടോബർ 31-ന് വാട്സ്ആപ്പ് ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി. ഗോപാലകൃഷ്ണൻ പരാതി നൽകിയ നവംബർ 4-ന് പോലീസ് മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നവംബർ 5-ന് ഗോപാലകൃഷ്ണൻ പോലീസിന് കൈമാറിയത് വാട്സ്ആപ്പ് ഉപയോഗിക്കാത്ത ഫോണായിരുന്നു. ഈ ഫോൺ പരിശോധിച്ചപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇതിൽ നിന്നല്ല എന്ന് വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് നവംബർ 6-നാണ് യഥാർത്ഥ ഫോൺ അന്വേഷണ സംഘത്തിന് നൽകുന്നത്. ഫോൺ നൽകിയത് എല്ലാ വിവരങ്ങളും ഫോർമാറ്റ് ചെയ്തതിന് ശേഷം. ആദ്യം ഫോർമാറ്റ് ചെയ്തത് നവംബർ 3-ന് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുൾപ്പെടെ കെ ഗോപാലകൃഷ്ണന്റെ ഉദ്ദേശം അടിമുടി ദുരൂഹമെന്ന് വ്യക്തമാക്കുകയാണ് സർക്കാരിന് പോലീസ് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട്. നവംബർ 6-ന് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകും മുൻപേ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതേ റിപ്പോർട്ടിൽ തന്നെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാവില്ലെന്നും പോലീസ് പറയുന്നു. വിദ്വേഷ പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ല എന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അജിത് ചന്ദ്രൻ നായരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.